നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്ക് രാത്രി നമ്മുടെ ചിന്തയെ കൊണ്ടുവരാം. ഇബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. കർത്താവിന് മഹത്വം. ഇന്ന് രാത്രി അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങളോട് സംസാരിപ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത്, നമ്മൾ ദൈനംദിനം കാണുകയും കേൾക്കുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഇന്ന് രാത്രിയിൽ നമ്മുടെ എല്ലാവരുടെയും കരങ്ങളിൽ ചേർത്ത് നാം പിടിച്ചിരിക്കുന്ന ഇന്നലകളിൽ നമ്മെ നിലനിർത്തിയ, ഇന്ന് നമ്മെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, നാളുകളിൽ നമ്മെ നിലനിർത്തുവാൻ പോകുന്ന നമ്മുടെ ഭാവി വിദൂരമല്ലാത്ത പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ നമുക്ക് അടിസ്ഥാനപരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചില പ്രത്യേകതകൾ ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ഞാൻ ഏറെ താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ വളരെ ആത്മനിറവിൻ്റെ സന്ദേശങ്ങൾ നമുക്കിവിടെ നൽകിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിൽക്കുന്നതും ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് എനിക്കിന്ന് രാത്രി ഒരു കാര്യം അറിയാം, എൻ്റെ വാക്കുകൾക്കപ്പുറം ചലിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ പന്തലിൻ്റെ കീഴിലുള്ളതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നെക്കാളേറെ നിങ്ങളത് അനുഭവിക്കുന്നു എന്നെനിക്കറിയാം. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ട ആത്മപകർച്ചയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്നലെ രാത്രി 2ാമത് സന്ദേശം പറഞ്ഞ ബാബു ചെറിയൻ പാസ് പറഞ്ഞ ഒരു കാര്യം ഉണ്ട്. അഭിഷേകത്തിൻ്റെ, ആത്മമണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷകളുടെ, അസംബ്ലീസ് ഗോഡിൻ്റെ അടുത്തൊരു തലത്തിലേക്ക് ഈ സമൂഹത്തെ ദൈവത്തിൻ്റെ ആത്മാവ് കൈപിടിച്ചുയർത്തും എന്ന് പറഞ്ഞപ്പോൾ ഞാനും താഴെ ചെന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ ഇടയായി. മറ്റൊന്നും കൊണ്ടല്ല, ദൈവമേ, ആ അടുത്ത ലെവലിലേക്ക് നമ്മുടെ സമൂഹം മാറ്റപ്പെടുമ്പോൾ ഈ എളിയവനെയും അതിനൊരു മുഖാന്തരമാക്കി തീർക്കണേ എന്നാണ് ഇന്ന് രാത്രി എൻ്റെ പ്രാർത്ഥന. പ്രസംഗത്തിനിടയിൽ എന്തെങ്കിലും ആശയപിശകുകൾ, ഒരുപക്ഷെ സ്തോത്രം, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ ഉണ്ടെങ്കിൽ ധാരാളം ബൈബിൾ കോളേജ് അധ്യാപകർ, ആമേൻ, ധാരാളം പണ്ഡിതന്മാർ ഇവിടെയുണ്ട്. ദയവായി നിങ്ങൾ സ്നേഹത്തോടെ എന്നെ തിരുത്താനും ഞാൻ നിങ്ങളെ വിശേഷാൽ ഓർപ്പിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി നമ്മെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. 1600 വർഷങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിളെന്ന് നമുക്കറിയാം. 40-ലധികം എഴുത്തുകാർ എഴുതിയ ദൈവത്തിൻ്റെ വചനം, 12-ലധികം രാജ്യങ്ങളിലിരുന്ന് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം, നമുക്കറിയാം. പാവരം തുടങ്ങി പണ്ഡിതന്മാർ വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനം. പുരോഹിതന്മാരുണ്ട്, മറ്റ് പല നിലകളിൽ പ്രവർത്തിച്ചവർ. അങ്ങനെ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ അതിലോട്ട് പ്രവേശിക്കുന്നില്ല. അങ്ങനെ വിവിധ തുറകളാൽ ജീവിച്ച പല മനുഷ്യർ, വിദ്യാഭ്യാസമുള്ളവർ, കുറഞ്ഞവർ, താണവർ, ഉയർന്നവർ ഒക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിനകത്ത് എവിടെ വെച്ച് എഴുതപ്പെട്ടെന്നോ ഏതെല്ലാം കാലഘട്ടത്തിൽ എഴുതപ്പെട്ടെന്നോ എന്നതിനേക്കാൾ ഏറെ പ്രസക്തി എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ വചനം എഴുതപ്പെട്ട കാലം മുതൽ ഇന്ന് വരെയും അതിൻ്റെ ശക്തിക്ക് കുറവില്ലാതെ, അതിൻ്റെ വ്യാപ്തിക്ക് കുറവില്ലാതെ അനേക ജീവിതങ്ങളുടെ ഇടയിൽ അനേക പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ വചന ശക്തിയോടെ ഇന്നും ആമേൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ബഹുമാനമുള്ള അച്ഛൻ ഇവിടെ സ്തോത്രം ബൈബിൾ സൊസൈറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ വർഷം കഴിയും തോറും ആമേൻ സ്തോത്രം ആമേൻ ഒരുപാട് ഭാഷകളിൽ വിവർത്തനം ചെയ്ത് പ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേക ആളുകളിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാര്യം തന്നെ എന്തെന്ന് ചോദിച്ചാൽ, ഒരുപാട് പേർ ഈ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നും വചനമെന്ന തീ അണയ്ക്കുവാൻ കഴിയാത്ത നിലകളിൽ ഇന്നലകളിൽ കത്തി, ഇന്ന് കത്തിക്കൊണ്ടിരിക്കുന്നു. നാളുകളിലും ആർക്കും അണയ്ക്കാൻ കഴിയാത്ത നിലകളിൽ ഈ വചനത്തിൻ്റെ തീ ഈ സമൂഹത്തിൽ ശക്തിയോടെ ഒരു തീപ്പന്തമായി ജ്വലിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന് ജനമാണ് ഈ പന്തലിൻ്റെ കീഴിലിരിക്കുന്നെങ്കിൽ ശക്തിയോടെ ഹല്ലേലൂയ ആർത്തു പറയാമോ? ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ആ വചനത്തിന്റെ തീ വിടുതലായി, ശക്തിയായി, ദൈവകൃപയായി, അത്ഭുതങ്ങളുടെ, അടയാളങ്ങളുടെ, വീര്യ പ്രവർത്തികളുടെ ആമേൻ ചലിക്കാത്ത ചില മേഖലകളെ ചലിപ്പിക്കുന്ന ആത്മശക്തിയുടെ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുന്ന ഒരു 5ാമത്തെ രാത്രിയായി ഈ രാത്രി മാറ്റുമെന്ന് ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ.
നാം വായിച്ച വാക്യത്തിൽ നിന്നാണ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കാൻ ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. നാം വായിച്ച വാക്യത്തിൽ സ്തോത്രം ദൈവവചനത്തിൻ്റെ പ്രവൃത്തി എന്തെന്ന്, അല്ലെങ്കിൽ സ്തോത്രം വചനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറയുന്നു. അത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നതും നിങ്ങൾ ഇരിക്കുന്നതും. ഇല്ലെങ്കിൽ ആമേൻ, സ്വപ്നങ്ങൾ കൊണ്ട് ജീവിച്ച എത്രയോ പേർ ഈ ഭൂമിയിൽ നിന്ന് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് മുൻപ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ, ഒന്നിലധികം അനർത്ഥങ്ങൾ, 3 വാഹനങ്ങൾ ഒരുമിച്ച് 2016 ആമേൻ ആക്സിഡൻ്റായി, പല നിലകളിലൂടെ അപകടങ്ങൾ, പല നിലകളിലെ അനർത്ഥങ്ങൾ അടിയൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ഇന്ന് രാത്രി മൈക്രോഫോൺ പിടിച്ചിവിടെ നിൽക്കാൻ കഴിയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കരത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം എന്നെ ജീവിപ്പിക്കുന്ന വചനമായതുകൊണ്ടാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചു പറയാൻ തൻ്റെ ഇടമുണ്ട്, ചങ്കൂറ്റമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നല്ല വസ്ത്രം ധരിച്ച് ആരോഗ്യത്തോടെ സൗന്ദര്യവതിയായി ആത്മനിറവോടെ ഞാൻ ഇതിനകത്തിരിക്കുന്നത് ഈ പുസ്തകം ഞാൻ പിടിച്ചത് കൊണ്ടാണ്. ഈ പുസ്തകം എൻ്റെ വീട്ടിലുള്ളത് കൊണ്ടാണ്. ഈ പുസ്തകമാണ് ഇന്നും എന്നെ വഴി നടത്തുന്നതെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ ദിനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം. രണ്ടാമത്തെ ചിന്ത അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഈ ദൈവത്തിൻ്റെ വചനം സത്യത്തിൽ ഈ വചനത്തിന് അത്രയും മൂർച്ചയുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ ഇതിനകത്ത് നിൽക്കുന്നെന്ന് കരുതുന്നു. എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ അഭിഷേകത്തോടൊപ്പം വളർന്നു നിന്ന് നമ്മുടെ തലയ്ക്ക് മീതെ കയറിയിരുന്ന് നമ്മെ ഒതുക്കിക്കളയാൻ ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ, അഭിഷക്തന്മാരെ, ദൈവജനത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ലീഡേഴ്സിനെ പിശാച് ഒതുക്കിക്കളയാൻ പദ്ധതിയിട്ടപ്പോൾ എൻ്റെ സ്വർഗത്തിലെ ദൈവം തൻ്റെ വചനമയച്ച് അതിനെയൊക്കെ വെട്ടി നമ്മുടെ കാൽ കീഴിലാക്കി തന്നതുകൊണ്ടാണ് ഇന്ന് രാത്രി ഇതിനകത്തിരിക്കാൻ കഴിയുന്നതെന്ന് ഉറപ്പുള്ള ദൈവത്തിന്റെ ജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒന്നാമത്തെ ചിന്തയിലേക്ക് ഞാൻ പ്രാരംഭമായി വരാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, എങ്കിലും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നു അത് സ്ഥിരതയുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം മറ്റൊരു ഭാഗത്ത് പറയുന്നു പാറയെ തകർക്കുന്ന ചുറ്റികയാണ് ദൈവത്തിൻ്റെ വചനം. ചിലതിനെ ഉടയ്ക്കാൻ, ചിലതിനെ തകർത്ത് കളയാൻ ഈ വചനത്തിന് ശക്തിയുണ്ട് എന്ന് പറയുന്നു. സ്തോത്രം. ഈ ചുറ്റിക കൊണ്ടടിച്ചിട്ട് തകരാത്ത പ്രതിസന്ധികളില്ല, ഉടയാത്ത പ്രശ്നങ്ങളില്ല, തകരാത്ത ആഭിചാരങ്ങളില്ല, തകരാത്ത മന്ത്രവാദങ്ങളില്ല. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ വചനം അതിനെ നമ്മളെക്കാൾ ബുദ്ധിയോടും പരിജ്ഞാനത്തോടും കൂടെ ഈ വചനം അതിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം ഞാൻ ഇവിടെ നിന്ന് വിളംബരം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കൂടാരങ്ങൾക്കകത്ത് പാറയെ തകർക്കുന്ന ഒരു ചുറ്റിക പോലെ ചില പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്ത് ചില ഇരുട്ടിൽ നിന്ന് ചിലതിനെ ഇന്ന് രാത്രി സ്വർഗം വിടുവിച്ച് പുറത്തു കൊണ്ടുവരുമെന്ന് ആത്മാവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. അഭിഷേകം പ്രാപിച്ച ദൈവത്തിന്റെ ജനമാണ് ഈ പന്തലിന്റെ കീഴിൽ നിന്ന് എനിക്കറിയാം. അവരുടെ ആധരങ്ങൾക്കകത്ത് നിന്ന് ഇന്ന് രാത്രി സ്തോത്രമുയരട്ടെ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ കൊണ്ട് നിറയപ്പെട്ട വചനമാണ്. ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരുപോലെ ഈ വചനത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു, വിടുതൽ പ്രാപിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, അങ്ങനെ ധാരാളം പ്രത്യേകതകൾ ഈ വചനത്തിനുണ്ടെങ്കിലും ഇന്ന് രാത്രി ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോക്കി വിളിച്ചു പറയാനാണ് ഈ എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്ന് പറയുന്നത്.
ജീവിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്ന്, ദൈവത്തിന്റെ വചനം ജീവനുള്ള വചനമാണ്. ആമേൻ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശ്രദ്ധിക്കണമേ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ആത്മാവുള്ള എത്ര പേർ ഇതിനകത്തുണ്ട്? ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. അത് ഭൂമിയിലുള്ള ആത്മാവല്ല, അത് ജഡത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതല്ല, അത് വേറെ ആരോ ചിലർ ചേർന്ന് പറഞ്ഞു വിട്ടതല്ല. സ്വർഗം നമ്മുടെ മേൽ അയച്ചൊരാത്മാവുണ്ട്. ആമേൻ. അതിനെ നമ്മൾ പെന്തിക്കോസ്തിൻ്റെ അനുഭവം എന്നൊക്കെ വിളിക്കുന്ന ഒരാത്മാവുണ്ട്. ആ ആത്മാവിനെ കുറിച്ച് പറയുന്നു, അത് നിന്നെ ജീവിപ്പിക്കുന്ന ആത്മാവാണ്, നിന്നെ പണിയുന്ന ആത്മാവാണ്. ആമേൻ. നമ്മെ മാനിക്കുന്ന ആത്മാവാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി എനിക്കിവിടെ നിൽക്കാനും നിങ്ങൾക്ക് ഇതിനകത്ത് ഇരിക്കാനും കഴിയുന്നത് ആ ആത്മാവ് നമ്മിൽ ഒരുപോലെ അത് വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന്റെ ദാസനെ ആ വാക്യം തന്നെ, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശ്രദ്ധിക്കണം, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ അത് ആത്മാവാണ്, അത് ജീവനുള്ളതാണ്. പക്ഷെ ഈ ജഡം ഉണ്ടല്ലോ, അത് വചനം പറയുന്നു അതിനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ ജഡത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇതൊക്കെ നമുക്ക് വേണം. സ്തോത്രം. നമ്മുടെ സംവിധാനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിനരാത്രങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീത ശബ്ദമാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ വിശ്വസിക്കുന്നു, നമ്മുടെ സമൂഹത്തെ പണിയുന്നതും നാളുകളിൽ പണിയാൻ പോകുന്നതുമായത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ സമ്പത്ത് കൊണ്ടല്ല, അതിനേക്കാൾ അപ്പുറം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പത്താലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ ആത്മാവ് എവിടെല്ലാം വീണിട്ടുണ്ടോ അവിടെ ചില ക്രിയേഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ ആത്മാവ് എവിടെല്ലാം വീണിട്ടുണ്ടോ അവിടെ ചില അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ആത്മാവ് ആരുടെ മേലെല്ലാം പകർന്നിട്ടുണ്ടോ അവരുടെ മേൽ ചില വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ വിടുതൽ ഇന്ന് രാത്രി നിന്നുപോയിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്നു 5-ാമത്തെ രാത്രി അത് ശക്തിയോടെ നമ്മിൽ വെളിപ്പെട്ടു വരും. അപ്പൊ നമ്മുടെ ജഡത്തിന്, മാംസത്തിന് നാം ഈ സ്തോത്രം ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനമുണ്ടല്ലോ, ആ വചനത്തിന് നിങ്ങളിലും നിങ്ങളുടെ സമൂഹത്തിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ രാജ്യത്തിലും നിങ്ങളുടെ പട്ടണത്തിലും, ആമേൻ, സ്തോത്രം, ഒന്നുകൂടെ ഞാൻ ആത്മാവിൽ കയറി പറയുന്നു, മെഡിക്കൽ കോളേജിലും ICUവിനകത്തും, ആമേൻ, വെന്റിലേറ്ററിനകത്തും, ആമേൻ, സ്തോത്രം, ഒബ്സർവേഷനിലുമൊക്കെ ഇതിനകത്ത് ഈ വചനത്തിന് ചിലത് ചലിപ്പിക്കാൻ കഴിയും. ഇന്ന് രാത്രി അസ്ഥി കൂമ്പാരമായി കിടക്കുന്ന ചിലതിൻ്റെ മേൽ മഞ്ഞുപോലെ, മഴ പോലെ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ചിലതിനെ ഒരു സൈന്യമായി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ പറയാൻ എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി ആ വചനത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ. ആ ജീവിപ്പിക്കുന്ന വചനം. അപ്പൊ മാംസത്തിന്, ജഡത്തിന്
നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ യുക്തിക്ക് ആമേൻ സ്തോത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കാര്യം ചെയ്തെടുക്കണമെങ്കിൽ അത് യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന് മാത്രമേ പറ്റൂ. വിശുദ്ധ തിരുവെഴുത്തും എന്ന് പറയുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും അരുളി ചെയ്യുന്നെങ്കിൽ അരുളി ചെയ്യുന്ന വചനത്തിന്, അയക്കുന്ന വചനത്തിന് കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. എന്താ അത് ചെയ്തെടുക്കണം. ആമേൻ. അതിനെതിരെ ഏതെല്ലാം പാതാള ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നാലും, നമ്മുടെ കുടുംബത്തിൽ ഉയർന്നു വന്നാലും, നമ്മുടെ ശുശ്രൂഷയിൽ ഉയർന്നു വന്നാലും, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം അതിനെ നമ്മുടെ കാൽ കീഴിലാക്കി തന്നുകൊണ്ട് വചനത്തിന്റെ ക്രിയ ഇന്ന് രാത്രി അത് ശക്തിയോടെ ചെയ്തെടുക്കും. ഹല്ലേലൂയ. അപ്പം പറഞ്ഞു വന്നത്, വചനത്തിന് ജീവനുണ്ട്, അതിന് ജീവിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. എന്തുകൊണ്ട് ഈ വചനം ജീവനും ചൈതന്യമുള്ളെന്ന് പറഞ്ഞാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ, ഈ വചനം എന്ന് സംസാരിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെയും ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഒരു ഗ്യാപ്പ് വന്നിട്ടില്ല. ഈ വചനത്തിന് മരണം സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ പേര് ആമേൻ സ്തോത്രം പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങൾ പലരും വാങ്ങി വായിച്ചില്ലേ? നമ്മളും വായിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരുടെയൊക്കെ മരണം കൊണ്ട് ആ കോപ്പി അങ്ങ് അവസാനിക്കും. പക്ഷേ ഇത് ആ മരണം കൊണ്ടും അവസാനിച്ചില്ല, ആ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടും അവസാനിച്ചില്ല. അത് ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ, നാം സഞ്ചരിക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ വചനം നാം അറിയാത്തവരുടെ ഇടയിൽ ആമേൻ അടുത്ത നാളുകളിൽ അതിവേഗത്തിൽ സ്വർഗം ഇതിനെ കൊണ്ടെത്തിക്കും. കാരണം ഇത് ജീവിപ്പിക്കുന്ന വചനമാണ്. ഇത് കൊല്ലുന്ന പുസ്തകമല്ല, ഇത് ജീവിപ്പിക്കുന്ന പുസ്തകമാണ്. അപ്പം ജീവൻ എവിടെയാണ് വെളിപ്പെടേണ്ടത്? എവിടെയാണ് ജീവൻ വെളിപ്പെടേണ്ടത്? അതിനെ ഒറ്റ വാക്കി പറഞ്ഞാൽ, എവിടെയാണോ നിർജീവത്വം അനുഭവിക്കുന്നത് അവിടെയാണ് ജീവൻ വെളിപ്പെടേണ്ടത്. എവിടെയാണോ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത് അവിടെയാണ് ജീവൻ വെളിപ്പെടേണ്ടത്. ഈ പുസ്തകം പറയുന്ന 2 മരണങ്ങളുണ്ട്. ഒന്ന് ഒരു ആത്മീക മരണം, അതാണ് ഉൽപ്പത്തിയിൽ ആദ്യമായി സംഭവിച്ച മരണം. രണ്ടാമത്തെ മരണമാണ് ശാരീരിക മരണം. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഇതിനെ രണ്ടിനെയും ജീവിപ്പിക്കാൻ കഴിവുള്ള ഒന്നേ ഈ ലോകത്തിലുള്ളൂ. അത് നാം പ്രസംഗിക്കുന്ന, നാം മുറുകെ പിടിക്കുന്ന, നാം പിടിച്ചിരിക്കുന്ന, നാളുകളിൽ നമ്മുടെ തലമുറകൾ ശിരസാർത്ഥം ഉയർത്തിപ്പിടിക്കാൻ പോകുന്ന ഈ ദൈവത്തിന്റെ വചനമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ആത്മീക മുരടിച്ച അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ചിലതിനെ ദൈവം പുറത്തെടുക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യമായി സംഭവിച്ചത് ആത്മീക മരണമാണ്. എവിടെയാണ് സംഭവിച്ചത്? ഉൽപ്പത്തി 2:17 എന്താണ് സംഭവിച്ചത്? ദൈവം പറഞ്ഞതിനെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചെടുത്ത് ആത്മീക മരണം സംഭവിച്ചിരിക്കുകയാണ്. എഫേസ്യർ 2:1 പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളിലും പാപങ്ങളിലും അകൃത്യങ്ങളിലും മരിച്ചവരായിരുന്നു. അത് നമ്മളെ നോക്കിയ ആയിരുന്നു, പക്ഷെ അവിടെ നിന്ന് നമ്മളെ ജീവിപ്പിച്ചു. ആമേൻ. ഉപദേശമാരുടെ പ്രാർത്ഥന അതിന് വന്നിട്ടുണ്ട്. ആമേൻ. മറ്റുള്ളവരുടെ മധ്യസ്ഥത വന്നിട്ടുണ്ട്, കണ്ണുനീര് വന്നിട്ടുണ്ട്, ചിലർ നമുക്ക് വേണ്ടി ഉപവസിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടിരിക്കൽ ഒരു പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ മകനെ ശരിയാക്കിയിട്ട് വാ, പിന്നെ എന്നെ റെഡിയാക്കാമെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നെയും ഈ പരുവമാക്കി ഒന്നുണ്ട്, പ്രാർത്ഥന തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മെ നടത്തുന്ന, നമ്മെ മരിച്ചവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവത്തിന്റെ വചനമോ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? അത് എന്നിൽ വ്യാപരിക്കുന്നു എന്ന് സ്വയം വിശ്വസിക്കുന്ന എത്ര പേരുണ്ടായ? എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് രാത്രി ആത്മീകമായി അനുഭവിക്കുന്ന ചില നിർജീവത്വം നിങ്ങളിൽ നിന്ന് ഈ വചനം എടുത്തു കളയും. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ശ്രദ്ധിച്ചേ, യെശയ്യാ 59:2 ആമേൻ പറയുന്നു, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്.
അപ്പം അതും ഒരു ആത്മീക മരണമാണ്. എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തി കളയുന്ന ഒരു അവസ്ഥയാണ് ആത്മീക മരണം. അന്യഭാഷയൊക്കെ പറയും, കയ്യും അടിക്കും, ഒന്നാം തരം പ്രസംഗം നടത്താനും പറ്റും. ഞങ്ങളെയും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കുറ്റം പറയും. സ്തോത്രം. നല്ല സഭയും കൊണ്ടുപോകാൻ പറ്റും, ഒരു കൂട്ടം ജനത്തെ കൂടെ നിർത്താൻ പറ്റും. പക്ഷേ എങ്കിലും ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ സമൂഹത്തിലെ ഏതോ ചില വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ, ചില തലമുറകളെ ഈ വചനം വിരൽ ചൂണ്ടി പറയുന്നു. നീ പള്ളിക്കകത്താണെങ്കിലും, ബൈബിൾ വായിക്കുന്നെങ്കിലും, സൺഡേ സ്കൂൾ പഠിക്കുന്നെങ്കിലും, CAക്ക് പങ്കെടുക്കുന്നെങ്കിലും, WMCക്ക് വരുന്നെങ്കിലും, സഭായോഗത്തിന് മുടങ്ങാതെ വരുന്നെങ്കിലും, ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് പറയുന്നു, കാലങ്ങൾ ഏറെയായി നീ എന്നെ വിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ആരാണ് ഈ വചനം? ആമേൻ. ദൈവമാണല്ലോ ഈ വചനം, യേശുവാണല്ലോ ഈ വചനം. ആമേൻ. സ്തോത്രം. വചനം ജഡമായി തീർന്നെന്നല്ലേ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി സമൂഹത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ 5ാമത്തെ രാത്രിയിൽ ദൈവത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന, ആത്മീക മരണം സംഭവിച്ച, ആത്മീക ജീവിതത്തിന് കോട്ടം സംഭവിച്ച, ഇന്നലകളിലെ പ്രാർത്ഥന നഷ്ടപ്പെട്ട, ഇന്നലകളിലെ വിശുദ്ധി നഷ്ടപ്പെട്ട, ഇന്നലകളിലെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ, ദൈവകൃപ നഷ്ടപ്പെടുത്തിയ കൃപാവരങ്ങളിൽ ഒരു കാലഘട്ടത്ത് ജ്വലിച്ചുകൊണ്ടിരുന്നു. അത് വിശ്വാസികളിലും പാസുമാരിലുമുള്ളവരുണ്ട്. പക്ഷേ ഇന്ന് വന്നപ്പോൾ, ചില സമൃദ്ധിയുടെ കാലം വന്നപ്പോൾ, ചില നന്മയുടെ കാലം വന്നപ്പോൾ, ചില ഉയർച്ചയുടെ കാലം വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് വേർപെട്ടുപോയി. അർത്ഥം, ആത്മീകമായി നാം മരിച്ചിരിക്കുകയാണ്. അതിനകത്ത് നിന്ന് ജീവന്റെ വചനത്താൽ ഒരു പുനരുത്ഥാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ ഈ ദൈവകൃപയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഒത്തിരിയാണ്. അതിൻ്റെ പുറകിൽ ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു നിർത്താം, ഒരു പൈശാചിക ശക്തി അല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു, ദൈവത്തിൽ നിന്ന് നമ്മെ അടർത്തി ആത്മീക മരണത്തിലേക്ക് നമ്മെ നയിച്ച ചില ദേശത്തിൻ്റെ അധിപതിയെ, ചില ഇരുട്ടിൻ്റെ ശക്തികളെ, അഭിഷക്തന്മാരെ, നാം ശുശ്രൂഷിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമുക്കെതിരെ എഴുന്നേറ്റ് വരുന്ന ചില ചണ്ടല്ലാത്തിൻ്റെയും തോബിയാവിൻ്റെയും ആഗാബിൻ്റെയും ഇസബേലിൻ്റെയും ശക്തികളെ കൈകാര്യം ചെയ്യുന്ന ഒരു വചനം ഇന്ന് രാത്രി ഇവിടുന്ന് മടങ്ങുമ്പോൾ നിങ്ങളെ പിന്തുടരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ജീസസ്. 2ാമത്തെ മരണമാണ് ശാരീരിക മരണം. ഒറ്റ കമ്പിവാചകം പോലെ ഞാൻ പറഞ്ഞു വിടട്ടെ. യേശു ഒരിക്കൽ ആദ്യമായി നൈൻ പട്ടണത്തിൽ പോയി. ആദ്യമായി യേശു നൈൻ പട്ടണത്തിൽ ചെന്നപ്പോൾ യേശുവിനെ എതിരേക്കാൻ വന്നതല്ല. പക്ഷെ പട്ടണത്തിൻ്റെ വാതിലിനോട് യേശു അടുക്കുമ്പോൾ അകത്തുനിന്ന് ചിലർ പുറത്തേക്ക് വരുന്നു. അതൊരു ശവമായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു, തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല. യേശുവിനെ അവിടെ എതിരേറ്റത്, ആമേൻ, സ്തോത്രം, ആമേൻ, ഒരു ശവശരീരമാണ്, ഒരു ഭൗതിക ശരീരവും. ആമേൻ, ആ ഭൗതിക ശരീരത്തോടൊപ്പം വന്ന അമ്മയും അവരോടൊപ്പം ചേർന്ന് പാട്ടുപാടി കുഴിച്ചിടാമെന്ന ഒരു സമൂഹവുമാണ് യേശുവിനെ എതിരേറ്റത്. പക്ഷെ യേശുവിൻ്റെ ശ്രദ്ധ ജനത്തിലേക്കല്ല പോയത്. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ ശ്രദ്ധ പോയത് ഒരു കരച്ചിലേക്ക്, ആമേൻ, ഒരു ഭൗതിക ശരീരത്തിലേക്കുമാണ്. ആമേൻ. യേശു ചെന്ന് അവളുടെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, ഇനി നീ കരയണ്ട. അതിൻ്റെ അർത്ഥം ഇപ്പം കരയേണ്ടെന്നല്ല, ഇനി ഒരിക്കലും നീ കരയേണ്ടി വരില്ല. അങ്ങനെയെങ്കിൽ ചില അമ്മമാരെ, പിതാക്കന്മാരെ നോക്കി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ കരഞ്ഞ ചില കരച്ചിലുകൾക്ക് ഈ കൺവെൻഷൻ മുഖാന്തരം ദൈവം ഒരു മറുപടി തരാൻ പോവുക. തലമുറകൾ ഓർത്ത് കരയുന്നവരെ, എൻ്റെ തലമുറ എൻ്റെ കൈ വിട്ടുപോയല്ലോ, എൻ്റെ സഭ വിട്ടുപോയല്ലോ, സൺഡേ സ്കൂൾ പഠിച്ചവനാണല്ലോ, വചനം പഠിച്ചവനാണല്ലോ, എന്തിനേറെ ബൈബിൾ കോളേജുകളിൽ വരെ പഠിച്ചിട്ട് എൻ്റെ സമകാലികരായ ചിലർ ഇന്ന് മറ്റു പല ജോലിക്ക് പോകുന്നു. അവർക്കും ഒരു മരണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അതിനെയൊക്കെ ഈ തലമുറയിൽ ദൈവത്തിന്റെ വചനം മടക്കി കൊണ്ടുവരാൻ പോകുന്നു. ഹല്ലേലൂയ. യേശു കരയണ്ട. യേശു ആ മദ്യത്തിന്മേൽ തൊട്ടു. ആമേൻ. മരിച്ചവൻ സെക്കൻഡിൽ എഴുന്നേറ്റു. ഇന്ന് രാത്രി
ആമേൻ. വീട്ടിനകത്ത് ആരെങ്കിലും രോഗികളെ ഇട്ടേച്ച് വന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അനിർജീവമായി കൊണ്ടിരിക്കുന്ന ആ ശരീരത്തിന്മേൽ ഇന്ന് രാത്രി വചനത്തിൻ്റെ ശക്തി ഇറങ്ങി നീ നിൻ്റെ വീട്ടിൽ മടങ്ങി ചെല്ലുമ്പോൾ ആരോഗ്യത്തോടെ എഴുന്നേറ്റിരുന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ നിങ്ങളെക്കാൾ ശക്തിയോടെ കൈയടിക്കുന്നത് ആത്മാവിൻ്റെ വെളിപ്പാടിൽ കാണുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങളെ തട്ടി ദൈവത്തിന് ഒരു വാക്ക് സ്തോത്രം പറയാ. ശേഷിക്കുന്ന 3 മിനിറ്റ് കൊണ്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. രണ്ടാമത്തെ ചിന്തയാണ്, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആമേൻ. ഒത്തിരി വാളുകൾ ഈ ലോകത്തിലുണ്ട്, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷെ വാളിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, വാളാണോ അതിന് മൂർച്ച കാണും. 2, വാളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ആമേൻ ആർക്കും അടങ്ങാത്തതിന് അടക്കാൻ കഴിയുന്നത് ഈ വാളിനാണ്. ഈ ലോകത്തിൻ്റെ വാള് ആമേൻ ചെടിയെ വെട്ടാം, മരം വെട്ടാം, എന്ത് വലിയ മരങ്ങളെ പീസാക്കി കീറി മുറിച്ചെടുക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതിൽ ചില വാളുകൾ ആമേൻ തടിമില്ലിലൊക്കെ നിൽക്കുന്ന ജോലി ചെയ്യുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അറിയാം, ചില തടികൾ കയറ്റുമ്പോൾ ചില വാളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടി 2ആയിട്ട് മാറും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എത്ര കടുപ്പമേറിയ അവൻ വിഷയവും ഈ വാളിന്റെ മുമ്പിൽ അറ്റുമാറാതിരിക്കില്ല. ഇന്ന് രാത്രി ചില പ്രശ്നങ്ങളിലൂടെ, ചില പ്രതിസന്ധികളിലൂടെ, ചില വെല്ലുവിളികളിലൂടെ പോകുന്നവര് മാറാത്ത പ്രതിസന്ധി കണ്ട് ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി വചനം അതിനെ കീറി മുറിക്കുന്ന രാത്രിയാ. യേശുവിന്റെ നാമത്തിൽ ആ വചനത്തിന്റെ ശക്തി അങ്ങേയറ്റം വരെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിനവേ പറഞ്ഞപ്പോഴേ, ഈ വചനം നിനവേ പ്രസംഗിച്ചപ്പോഴേ മാനസാന്തരപ്പെട്ടു, ജനവും മാനസാന്തരപ്പെട്ടു, രാജാവും മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് ഉപവാസം പ്രഖ്യാപിച്ച് ഉപവസിച്ചു. അവിടെ വായിക്കുന്നു, വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം പറഞ്ഞ ദൈവം തന്നെ അനുദപിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറി. ആമേൻ. അങ്ങനെയെങ്കിൽ ഈ വചനമാകുന്ന വാള് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ വീണുപോയ ചിലതിനെ, അകന്നുപോയ ചിലതിനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിൽ പറഞ്ഞാൽ ആമേൻ സ്തോത്രം, ആമേൻ അധിക ഫലം കായ്ക്കുന്നത്, അധിക ഫലം കായ്ക്കേണ്ടതിന് അതിനെ ചെത്തി ചില വെടിപ്പാക്കുന്നതിനും ശുദ്ധീകരണത്തിനും ഈ വചനം ഉപയോഗിക്കുന്നു. അതാണ് ഈ വചനത്തിൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രി 2 ചിന്തകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. 1, ജീവിപ്പിക്കുന്ന വചനം, അതിന്ന് രാത്രി നിങ്ങൾ ജീവിപ്പിക്കും. 2, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം. ഇന്ന് രാത്രി ആമേൻ ഒരു ഓപ്പറേഷന് പോലും വിധിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ആന്തരിക അവയവങ്ങൾക്കകത്ത് ഈ വചനമാകുന്ന വാളിറങ്ങി നിന്നെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ഈ തിരുവചനങ്ങളാൽ നിങ്ങളെല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഈ അവസരം അനുവദിച്ചു തന്ന എച്ച് കമ്മിറ്റിയോട് ബഹുമാനമുള്ള ടീച്ചർ ശ്യാമൾ സാറിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു സോ മച്ച്.